ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈമെൻഷൻസ് ഓഫ് എ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി. രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് പ്ലെയിൻ ആംഗിളും ഒന്ന് സോളിഡ് ആംഗിളും. അപ്പോൾ അതിൻ്റെ ഡൈമെൻഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് എന്താണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ് SI യൂണിറ്റ് റേഡിയൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞത് അതിൻ്റെ ഫോർമുല എന്താണ്? ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഇനി ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞത് നമുക്കറിയാം, ലെങ്ത് ആണ് അതിൻ്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. L⁻⁴ ഡൈമെൻഷൻ ഓഫ് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസിൻ്റെ എന്താണ്? ലെങ്ത് തന്നെ. ഇനി ഡൈമെൻഷൻ ഓഫ് L⁻⁴, ഈ L⁻⁴ മുകളിലോട്ട് പോകുമ്പോൾ L⁻⁻⁻⁴ ആവും. അപ്പോൾ എന്ത് വരും? L⁻⁻⁻⁻. അപ്പോൾ എന്താണ്? L⁻⁴. ഇനി L⁻⁴ എന്ന് പറഞ്ഞത് എന്താണ്? 1 ആണ്. നമുക്കറിയാം A⁻⁴ അല്ലെങ്കിൽ X⁻⁴ 0 പവർ ആയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം =1 എന്നുള്ളൂ. അപ്പോൾ =1 വരാണെങ്കിൽ ഈ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റിക്കാണോ =1 വരുന്നത് അത്തരം ക്വാണ്ടിറ്റീസിന് എന്താണ് ആൻസർ വരിക? നോ ഡൈമെൻഷൻ. ഇതൊന്ന് ഓർത്തിരിക്കട്ടെ. ഏത് ക്വാണ്ടിറ്റീസാണ് ചെയ്ത് വരുമ്പോൾ നമുക്ക് =1 കിട്ടുന്നത് അത്തരം ക്വാണ്ടിറ്റീസിന് ഡൈമെൻഷൻ ഇല്ല എന്നാണ് അർത്ഥം. രണ്ടാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയാണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ ഫോർമുല എന്താണ്? ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ റേഡിയസ് സ്ക്വയർ. അതായത് ഡൈമെൻഷൻ ഓഫ് ഏരിയ ഡിവൈഡഡ് ബൈ ഡൈമെൻഷൻ ഓഫ് R². നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ ഡൈമെൻഷൻ, ഏരിയയുടെ ഡൈമെൻഷൻ ഫോർമുല എന്താണ്? L² ഡിവൈഡഡ് ബൈ R² എന്ന് പറയുമ്പോൾ ആ റേഡിയസിൻ്റെയും L ലെങ്ത്ത് തന്നെയാണ് ഉപയോഗിക്കുക. സോ ലെങ്ത്ത് സ്ക്വയർ. അപ്പോൾ എന്ത് വരും? L². ഈ L⁻² മുകളിലേക്ക് പോകുമ്പോൾ L⁻⁻2 ആയിട്ട് മാറും. അപ്പോൾ എന്ത് വരും? L⁻2 - 2 ഡൈമെൻഷൻ ഓഫ് L⁻⁴ 1. മനസ്സിലായ? ഇവിടെയും ഈ സോളിഡ് ആംഗിളിനും എന്താണ്? നോ ഡൈമെൻഷൻ. ഡൈമെൻഷൻ ഇല്ല. =1 വരുന്ന എല്ലാ കാര്യത്തിനും ഡൈമെൻഷൻ ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയിൽ വരുന്ന പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിളിനും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല 1 ആണ് കിട്ടിയെങ്കിൽ അത് ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്, അതായത് ഡൈമെൻഷൻ ഇല്ല എന്നാണ് അർത്ഥം. അതേപോലെ വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ഒന്നാമത്തെയാണ് പവർ. ഇപ്പോൾ പവർ എന്ന് പറയുമ്പോൾ A⁻x അഥവാ B⁻x എന്നൊക്കെ വരുമ്പോൾ ഈ എക്സിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞത് 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 1 വരാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ നോ ഡൈമെൻഷൻ എന്നാണ് അർത്ഥം. ഇനി അതേപോലെ രണ്ടാമത്തെയാണ് കോൺസ്റ്റൻസ്. നമുക്കറിയാം പൈ എന്ന് പറഞ്ഞത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, 3.14. ഇതിൻ്റെ ഡൈമെൻഷൻ എന്താണ്? =1 തന്നെയാണ്. അപ്പോൾ അതിനും എന്താണ്? നോ ഡൈമെൻഷൻ. =1 വരാണെങ്കിൽ അതിന് ഡൈമെൻഷൻ ഇല്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ നമ്പേഴ്സ് വരാണെങ്കിൽ ഇപ്പോൾ 2 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു, അല്ലെങ്കിൽ 4 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. അങ്ങനെയാണെങ്കിൽ അത് =1 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് നമ്പേഴ്സ് തന്നിട്ട് ഇതിൻ്റെ ഡൈമെൻഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന് നോ ഡൈമെൻഷൻ. ഓപ്ഷനിൽ നോ ഡൈമെൻഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നോ ഡൈമെൻഷൻ ആയിരിക്കും. ഇനി നാലാമത്തെ ആംഗിൾസ് ആണ്. നോക്കി, ഇപ്പോൾ sin45 അല്ലെങ്കിൽ tan35 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനും നോ ഡൈമെൻഷൻ തന്നെയാണ്. അഞ്ചാമത്തെ ട്രിഗണോമെട്രിക് റേഷ്യോ. sin x, cos x, tan x ഇങ്ങനത്തെയും എന്താണ്? നോ ഡൈമെൻഷൻ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ, അതായത് പവേഴ്സ് വരുമ്പോൾ, നമ്പേഴ്സ് വരുമ്പോൾ, കോൺസ്റ്റൻസ് ആണ് വന്നതെങ്കിൽ, ആംഗിൾസ്, ട്രിഗണോമെട്രിക് റേഷ്യോ ഇതിൻ്റെ ഒക്കെ ഡൈമെൻഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും ഡൈമെൻഷൻ ഇല്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി കറക്റ്റ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് തരാം. ചെക്ക് വെദർ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറയും. ഈ രണ്ട് ക്വസ്റ്റ്യനും ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓരോന്ന് ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം.
നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ചെക്ക് വെദർ ദ ഇക്വേഷൻ ഈസ് ഡൈമെൻഷനലി കറക്റ്റ് ആണോ എന്ന്. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ടി ഈസ് ഈക്വൽ ടു 2π√m/g. ടി എന്ന് പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷനാണ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് എ ബോബ്, അടിയിൽ കിടക്കുന്ന ബോബിൻ്റെ മാസ്. ജി എന്ന് പറഞ്ഞത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കാം. ടി എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഈ 2π√m/g എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കിടക്കുന്നത്. ഈക്വൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്നു. അപ്പോൾ ടിയുടെ ഡയമെൻഷണൽ ഫോർമുലയും ഈ 2π√m/gയുടെ ഡയമെൻഷണൽ ഫോർമുലയും കറക്റ്റായിട്ട് വരാണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം തന്നെ റൂട്ട് വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ റൂട്ട് മാറ്റിക്കളയണം. റൂട്ട് നമ്മൾ എങ്ങനെ മാറ്റിക്കളയും? രണ്ട് സൈഡും ടി എന്ന് പറഞ്ഞത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 2πm/g എന്ന് പറഞ്ഞത് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് രണ്ടെണ്ണത്തിനും സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t² ഈസ് ഈക്വൽ ടു 2 × 2 4 π × π² ഈ റൂട്ട് a × √a എന്ന് പറയുന്നത് a ആണ്. അതേപോലെ തന്നെ റൂട്ട് m/gനെ സ്ക്വയർ ചെയ്യുമ്പോൾ m/g എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ടിയുടെ ഡയമെൻഷണൽ ഫോർമുലയും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന 4π² m/gയുടെയും ഡയമെൻഷണൽ ഫോർമുല രണ്ടെണ്ണത്തിൻ്റെയും ഈക്വൽ ആയിട്ട് വരാണെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന t². ഡയമെൻഷണൽ ഫോർമുല ഓഫ് t² എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ടിയുടെ ടി തന്നെയാണ്. അപ്പോൾ t² എന്ന് കിട്ടി. അപ്പോൾ ഒരു ഭാഗം t² എന്ന് കിട്ടി. ഇനി അടുത്ത ഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി. RHS റൈറ്റ് ഹാൻഡ് സൈഡിൽ RHS എന്താണ്? 4π² m/g. ഈ 4 നമുക്കറിയാം ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. 1 വരും, π² 1 വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ 1 × 1 × m/g. അപ്പോൾ m/gയുടെ ഡയമെൻഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഡയമെൻഷണൽ ഫോർമുല ഓഫ് m എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡയമെൻഷൻ ഓഫ് m. അതേപോലെ തന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. LT⁻². അപ്പോൾ LHSൽ നമുക്ക് കിട്ടിയത് ഡയമെൻഷൻ ഓഫ് t² ആണെങ്കിൽ ഇത് എത്ര കിട്ടി? RHSൽ m. ഈ L മുകളിലേക്ക് പോകുമ്പോൾ L⁻⁻1, T⁻⁻2 മുകളിൽ പോകുമ്പോൾ T⁻². അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? LHSൽ കിട്ടിയത് ഡയമെൻഷൻ ഓഫ് t²ഉം ഇവിടെ കിട്ടിയത് m⁻1 L⁻⁻1 t². അപ്പോൾ ഈ രണ്ടെണ്ണം ഈ LHS ഈസ് നോട്ട് ഈക്വൽ ടു RHS. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഇൻകറക്റ്റ് ആണ്. ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ്. കണ്ട, ഇക്വേഷൻ കറക്റ്റ് അല്ല. ഇതാണ് ഇവിടുത്തെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ചെക്ക് വെദർ ദ ഫോളോയിങ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഒരു ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫോർമുല ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ½ mv² എന്ന് പറഞ്ഞത് LHSലുള്ളതും mgh എന്ന് പറയുന്നത് RHS റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേംസ് ആണ്. അപ്പോൾ ഈ രണ്ട് ടേമിൻ്റെയും ഡയമെൻഷനൽ ഫോർമുല കറക്റ്റ് ആണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ കറക്റ്റ് ആണെന്നർത്ഥം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള LHSലുള്ള ഫോർമുലയാണ് ½ ഇനി ½ എന്ന് പറയുമ്പോൾ ഹാഫ് ഇവിടെ എന്തായിട്ട് പോവും? ഇവിടെ ഇത് ഒന്നായിട്ട് പോവും. ഇതിന് ഡയമെൻഷൻ ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി എമ്മിൻ്റെ വരുന്നത് ക്യാപിറ്റൽ M ആണ്, അതവിടെ എഴുതി. അതേപോലെ v² നമ്മൾ വെലോസിറ്റിയുടെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. L⁻⁻1. ഇനി ഇത് ഒരുമിച്ച് എഴുതി നോക്കി. ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, ഇവിടെ v² ഉള്ളതുകൊണ്ട് സ്ക്വയർ ഉണ്ട്. m⁻1. ഇനി ഈ L 1 × 2, ഇവിടെ Lൻ്റെ മുകളിൽ 1 ആണ്. അപ്പോൾ 1 ബ്രാക്കറ്റിൻ്റെ പുറത്ത് 2 വന്നുകൊണ്ട് അത് ഇൻറ്റു ചെയ്യണമെന്നാണ് അർത്ഥം. L⁻2 T⁻⁻1 × 2 -2. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള mgh നോക്കാം. എമ്മിൻ്റെ വീണ്ടും ക്യാപിറ്റൽ M ഡയമെൻഷൻ ഓഫ് മാസ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ L⁻⁻2 ആണ്. അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ എന്താണ്? നമ്മൾ ലെങ്ത് ആയിട്ടിന് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. ഒരുമിച്ച് എഴുതി നോക്കിയേ. m⁻1 ഇവിടെ m ഉണ്ട്. അതേപോലെ തന്നെ L⁻1 T⁻⁻2 വീണ്ടും ഇവിടെ L⁻1 ഉണ്ട്. അപ്പോൾ എത്ര വരും?
എം റേസ് ടു 1 എൽ റേസ് ടു 1 ഇൻറ്റു എൽ റേസ് ടു 1 എൽ സ്ക്വയർ ബാക്കി ടി റേസ് ടു -2. കണ്ട ഈ രണ്ട് ഫോർമുലയും ഇവിടെ നോക്കി, ഇത് രണ്ടും ഈക്വലാണ് അല്ലേ? കണ്ട ഈക്വലാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡയമെൻഷനലി കറക്റ്റാണ്. എന്തുകൊണ്ടാണ്? LHS ഈസ് ഈക്വൽ ടു RHS. ഇതാണ് ഇവിടുത്തെ കാരണം. ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഫോർമുലയും RHS റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡയമെൻഷണൽ ഫോർമുലയും സെയിം ആയതുകൊണ്ട് ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞത് ഡയമെൻഷനലി കറക്റ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.